നമുക്ക് എല്ലാ വെജിറ്റബിൾസും ദിവസവും വേണം. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ നമുക്ക് മറ്റൊരു വെജിറ്റബിളിലും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഓയിസ്റ്റർ മഷ്റൂമിന്റെ ഡിമാൻഡ് എന്താണെന്ന് അറിയാവുന്നതാണ്. ഡിമാൻഡ് ഒത്തിരി കൂടിയിട്ടുണ്ട്. പല ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ആളുകൾക്ക് അറിയാവുന്നത് ബട്ടൺ മഷ്റൂമിനെ കുറിച്ചാണ്. ഇതിന് ഒത്തിരി വണ്ണമൊന്നുമില്ല, അതുപോലെ പൊക്കത്തിലും വളരെ കുറവാണ്. ഈ 25-40 ഒരു ദിവസം 12 കിലോ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മൾ 12 കിലോ ഇൻറ്റു 200 കണക്കൂട്ടി നോക്കിക്കേ, 2400 രൂപ ഉണ്ടാവും. ഡെയിലി ഇൻകം എന്ന രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 60,000 രൂപ 70,000 രൂപ മന്ത്ലി ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരാളുടെ ഭാര്യ ശരിക്കും ഹൗസ് വൈഫാണ് എന്ന് വിചാരിക്കുക, അവർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ എമൗണ്ട് 25,000 രൂപയ്ക്ക് സൈഡായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ കൂൺകൃഷി അതിവേഗം വളരുന്ന ഒരു വ്യവസായമാണ്. ലാഭകരമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ആകർഷകരമായ ഓപ്ഷനായി മാറിയിരിക്കുകയാണ്. നിങ്ങളും കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ഈ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് ഒരു ധാരണയുമില്ലാത്ത ഒരു വ്യക്തിയാണോ? എങ്കിൽ ഒരു മഷ്റൂം ഫാം എങ്ങനെ തുടങ്ങാമെന്നും അതിൽ നിന്ന് എങ്ങനെ മാന്യമായ ഒരു ലാഭം നേടാമെന്നും നിങ്ങൾക്ക് ഫ്രീഡം ആപ്പിലൂടെ പഠിക്കാൻ സാധിക്കും. ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവൃത്തി പരിചയമുള്ള ഞങ്ങളുടെ മെന്റർ കൂൺകൃഷിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. നെക്സ്റ്റ് ഇതൊരു ഫുഡ് ഐറ്റം ആണ്. കൂടാതെ ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ദിവസവും വേണം. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ നമുക്ക് മറ്റൊരു വെജിറ്റബിളിലും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് അറിയാവുന്നതാണ്. ഡിമാൻഡ് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 20% മാർക്കറ്റ് ഇതിന് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കൂടിയതാണ് എൻ്റെ അർത്ഥം. പല ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ആളുകൾക്ക് അറിയാവുന്നത് ബട്ടൺ മഷ്റൂമിനെ കുറിച്ചാണ്. ഇതിന് ഒത്തിരി വണ്ണമൊന്നുമില്ല, അതുപോലെ പൊക്കത്തിലും വളരെ കുറവാണ്. സാധാരണ മഷ്റൂമിനേക്കാളും ഓയിസ്റ്റർ മഷ്റൂമിനാണ് ഗുണത്തിൽ കൂടുതലുള്ളത്. ഇതിന് വളരെയധികം ഡിമാൻഡും ഉണ്ട് കേട്ടോ. ഈ ഇതുപോലത്തെ റൂറൽ ഏരിയയിലൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആവാനും ഉണ്ട് ഇത്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ 1 കിലോ കൊണ്ടുവന്ന് വെച്ചാൽ പോലും ആളുകൾ വന്ന് വാങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു തുടക്ക സമയത്ത്. ഈ തൊഴിലിൽ നിന്ന് ഞാൻ സർവേ ചെയ്ത കാര്യങ്ങൾ പറയാം. ഈ 50-60 കിലോ സുഖമായിട്ട് വിറ്റ് പോകുന്നതാണ്. ഇപ്പോൾ ഞാനൊരാൾ ഇത്രയും ജനങ്ങളെ ഇത് പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. മീഡിയ കൂടെ സഹകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ 10-100 ആൾക്കാർ ഈ രംഗത്തേക്ക് വരും. ഇപ്പോൾ ശരിക്കും ദാവങ്കരി ഒരു മഷ്റൂം ഹബ്ബ് പോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കൂണിൽ തന്നെ പല ടൈപ്പ് കൂണുകളുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓയിസ്റ്റർ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് നല്ലൊരു ഗുരുവാണ്, നിങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ ഒരു ലോസ് വന്നാൽ പോലും വളരെ കുറവായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ സാധിക്കും. ഈ മഷ്റൂം എന്താണ്, അതുപോലെ സ്പോൺ എന്താണ്, മൈസീലിയം എന്താണ്, ഇതിന്റെ വളർച്ച എങ്ങനെയാണ്, അതുപോലെ ഇത് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. എല്ലാം തന്നെ പറഞ്ഞു തരും. ഇത് നിങ്ങൾക്ക് ഗുരുവിനെ പോലെയാണ്. അതുപോലെ മിൽക്കി എന്ന പേരുള്ള വേറെയും കൂണുകളുണ്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 18,000 രൂപ ഉണ്ട് വില. ഇതിന് ഔഷധ ഗുണം ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഹൈ എൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ 2,00,000 രൂപയുണ്ട്. അങ്ങനെയുള്ള മഷ്റൂംസും ഉണ്ട് നമുക്ക്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ കൂടുതലുണ്ടെന്നും പറഞ്ഞാൽ ആദ്യമേ തന്നെ അത് കൃഷി ചെയ്യാനായിട്ട് പോരുത്. അത് വലിയ മണ്ടത്തരമായിരിക്കും. നിങ്ങൾ ഓയിസ്റ്ററിൽ നിന്ന് തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ചെയ്യാം. അതിലും ഓപ്പർച്യൂണിറ്റി ധാരാളമായിട്ടുണ്ട്. 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രധാനമായിട്ട് നിങ്ങൾ വേറൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് തെങ്ങുംതോപ്പുണ്ടോ, അതല്ലെങ്കിൽ അടയ്ക്കാമരത്തോട്ടമുണ്ടാവാം. നിങ്ങൾ ശരിക്കും അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് മാസം 25,000 രൂപ നിങ്ങൾക്ക് ഒരു തർക്കമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ മാർക്കറ്റിങ്ങൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നല്ല മാർക്കറ്റ് ഉണ്ടാകാം, പക്ഷേ നമ്മളത് അന്വേഷിച്ച് പോകില്ല. എൻ്റെ പൊന്നോ, ഇതിനൊന്നും മാർക്കറ്റില്ല, ഇത് വെറുതെ നട്ടുണ്ടാക്കിയാലും വെറുതെയാണ്, വേസ്റ്റ് എന്നൊക്കെ പറയും. അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലും തെറ്റാണ്. ഞാൻ എൻ്റെ ഈ ഏരിയയിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 60 മുതൽ 80 കിലോ വരെ ഈസി ആയിട്ട് ഇവിടെ കച്ചവടം ആവാറുണ്ട് മാർക്കറ്റിൽ. സത്യമാണ്. എല്ലായിടത്തും വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോൾ ഒരു ജോലിക്ക് പോയാൽ തന്നെ 20,000 രൂപ 25,000 രൂപയൊക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 25,000 രൂപ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സാധിക്കും. ഒരു 20-40 സൈറ്റ് വെച്ചിട്ട് ഈ പുല്ലൊക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിനൊക്കെയുള്ള ബാഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ധാരാളം കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്കത് സ്റ്റെറിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡി ബാഗ് ഉണ്ട്, അതിൻ്റെ കൂടെ സ്പോണോട് കൂടി കിട്ടും. അത് എടുത്തുകൊണ്ട് ഒരു ഡാർക്ക് റൂമിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ 21 ദിവസം വെക്കുകയാണെങ്കിൽ അതിനോട് ഹ്യൂമിഡിറ്റിയുടെ മെയിൻറ്റെയിൻ ചെയ്താൽ അത്രമാത്രം മതി മാർക്കറ്റ് ചെയ്യാൻ. നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായി എങ്ങനെ ഒരു കൂൺ കൃഷി ആരംഭിക്കാം, അതിലൂടെ എങ്ങനെ ലാഭം നേടാം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. കൂൺ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് കൂൺ കൃഷിയിലേക്കുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് എന്തൊക്കെ ലാഭമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആവശ്യമായ മൂലധനം, ലൈസൻസ്, എന്തൊക്കെ മെറ്റീരിയൽ ആണ് ആവശ്യം, ഇതെല്ലാം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായി ഒരു കൂൺ കൃഷി ആരംഭിക്കാം, അത് അറിയുന്നതിനുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇപ്പോൾ എന്തൊക്കെയായാലും നമുക്കൊരു 70% ഇൻഫെക്ഷൻ ഒന്നും വന്നില്ല എങ്കിൽ
നിങ്ങളിതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു 70% 80% വരെ ഇതിൽ തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഈ 25-40-ൽ ഒരു ദിവസം 12 കിലോ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മൾ 12 കിലോ ഇൻറ്റു 200 എന്ന് കണക്കൂട്ടി നോക്കിക്കേ, 2400 രൂപ ഉണ്ടാവും. ഡെയിലി ഇൻകം എന്ന രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 60,000 രൂപ 70,000 രൂപ മന്ത്ലി ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏണും ചെയ്യാം, സേവും ചെയ്യാം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ 14,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അവിടെ വെള്ളം കിട്ടാനില്ല, പൈസ കൊടുത്താണ് വെള്ളം വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ കൃഷിക്കാർക്ക് ഒന്നും ശരിക്കും ഇതിന് റെൻ്റില്ല. ഇപ്പോൾ അവർക്ക് ഈ ബിൽഡിംഗ് റെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു 15,000 രൂപയുടെ ശരിക്കും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് 50,000 രൂപ മുടക്കി ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ 5,00,000 രൂപ മുടക്കി ഇത് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാളുടെ ഭാര്യ ശരിക്കും ഹൗസ് വൈഫാണ് എന്ന് വിചാരിക്കുക. അവർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ എമൗണ്ട് 25,000 രൂപയ്ക്ക് സൈഡായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ചൊക്കെ ട്രെയിനിങ് എടുക്കേണ്ടി വരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000-15,000 രൂപയൊക്കെ നമുക്ക് മാസം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിലും പ്രധാനമായിട്ട് ബിഫോർ ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പിന്നിലായിരുന്നു. നമ്മൾ അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഫുഡ്സ് വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്, ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജി എല്ലാം വളർന്നതിന് ശേഷം നല്ല രീതിയിൽ ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടിനും ജനങ്ങൾക്കും എന്തായെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് പ്രോബ്ലം ഇല്ല, അതായത് നിർമ്മാണം കൂടിയിട്ടുണ്ട്. സോ ബാലൻസ്ഡ് ഫുഡിൻ്റെ ആവശ്യം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് നേരിട്ട് കാണാനും പറ്റും. സോ ഇതുപോലുള്ള മഷ്റൂം കൃഷി ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിയാൽ, ഈ ബാലൻസ്ഡ് ഫുഡ് എല്ലാ ആ, എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബാലൻസ്ഡ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്. സോ ഇപ്പം ഞാൻ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പോസ്റ്റ് കൊറോണ, അതായത് കൊറോണയ്ക്ക് ശേഷം നമ്മളുടെ ജനങ്ങളുടെ ബിഹേവിയറിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ നമുക്ക് പണം സമ്പാദിക്കണം, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ ഹെൽത്താണ് നമുക്ക് ആവശ്യം, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കണമെങ്കിൽ വിറ്റമിൻസ് ഉള്ള ആഹാരം കഴിക്കണം. പക്ഷേ വിറ്റമിനുള്ള ആഹാരം കഴിക്കണമെങ്കിൽ നമുക്ക് ഈ മഷ്റൂം ആവശ്യമാണ്. ഇത് ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. സോ ഇതിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റി, വിറ്റമിൻ എല്ലാം തന്നെ, അതായത് പ്രോട്ടീൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഈ കൂണിൽ നിന്ന് ലഭിക്കും. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ക്യാൻസർ പോലുള്ള അസുഖമായിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ബ്ലഡിലെ വേരിയേഷൻസ് ആയിക്കോട്ടെ, പലരും ഇപ്പോൾ ഡയബറ്റീസും ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരമാണ്. ആ ആഹാരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിലെയും കാരണവും. നമ്മുടെ നാട്ടിൽ ഇനിയും അധികമായിട്ട് വലിയൊരു തോതിൽ ഈ മഷ്റൂം കൃഷി ചെയ്യണം. അതിനുള്ള ചാൻസസ് നമുക്കും കൂടുതലുണ്ട്. കാരണം നമ്മളിത് അധികമായിട്ട് കഴിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസ് നോക്കിയാൽ, അവിടുത്തെ ജനങ്ങൾ ദിവസവും അവിടെ ആവറേജ് ഒരു 50 മുതൽ 100 ഗ്രാം വരെ ഈ കൂണ് അവർ കഴിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർക്കും എന്താന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ ഇതിനെപ്പറ്റി ഇല്ല. സോ ഇതുപോലൊരു സിറ്റുവേഷനിൽ നമുക്കിത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കഴിക്കാനും പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നമ്മൾ ജോബ്, സെൽഫ് എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയില്ലേ. സോ ഇത് നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, ചെറിയ സ്ഥലത്ത് വലിയൊരു ബെനിഫിറ്റ് കിട്ടാനായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിക്കോട്ടെ, ഇങ്ങനെ ഒരു കൂൺ കൃഷിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ആകാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ ബിസിനസ്സായിട്ട് നോക്കിയാൽ, ഈ കൂണിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇതുവരെ ഇല്ല. ഒരു ഫിക്സഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇല്ലാത്തതിന്റെ കാരണം ഈ മഷ്റൂം മാനുഫാക്ചറിങ് അധികം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനൊരു ഫിക്സഡ് മാർക്കറ്റും ഇല്ല. ബട്ട് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അർബൻ സിറ്റികളിലെ നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പോലും ഈ കൂണിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവാന്മാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ഒരു നല്ല ഫുഡ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ഇതിനെ കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ കൂണ് കൃഷി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ,
നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷിയിലാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. സോ, ഇതിനാവശ്യമുള്ള മൂലഘടകങ്ങൾ, അതായത് ഇതിനാവശ്യമായ കാര്യങ്ങൾ, അതിപ്പം എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമായി തുടങ്ങി. ആ ഒരു മെത്തേഡിൽ ഫെർട്ടിലൈസേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സോ, അതേ മെത്തേഡിൽ തന്നെ അതിനാവശ്യമായ മെറ്റീരിയൽസ്, അത് റാഗി ആയിക്കോട്ടെ, പിന്നെ പല സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതിനെ നമ്മൾ വളർത്തുന്നതിന് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് അധികമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ, അതുപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള സ്ഥലവും വളരെ കുറവ് മതി. ഇതിന് 1 ഏക്കർ സ്ഥലമോ 2 ഏക്കർ സ്ഥലമോ അത്രയൊന്നും ആവശ്യമില്ല. നമുക്കുള്ള ചെറിയ സ്ഥലം മാത്രം മതി. അല്ലെങ്കിൽ ഒരു 30x40 അടി സ്ഥലത്ത് ഒരു 2 റൂമോ അല്ലെങ്കിൽ ഒരു 3 റൂമോ ഉള്ള സ്ഥലത്ത് എല്ലാ മാസവും ഒരു 20 മുതൽ 30,000 വരെ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇതിലുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ വരുമാനവും ഇമ്പ്രൂവ് ആകും, നമ്മുടെ ആരോഗ്യവും ഇമ്പ്രൂവ് ആകും. ഇതുപോലൊരു നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, ഇതൊരു ചെറിയ പാർട്ട് ടൈം ബിസിനസ്സായിട്ടും ചെയ്യാൻ സാധിക്കും. വീട്ടിലുള്ള സ്ഥലം, അതായത് ഒരു ചെറിയ ബിൽഡിങ്, അതിന് നീളമുള്ളൊരു സ്ഥലം വേണമെന്നില്ല. ഒരു പശുവിനെ കെട്ടാൻ വേണ്ടി വരുന്ന സ്ഥലം തന്നെ മതിയാകും. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും റൂമായാലും മതിയാകും. അതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലെ മകനോ മകളോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കും ഇതൊരു ജോലിയായി ചെയ്യാൻ പറ്റും. സോ, അവരിതൊരു ഫുൾ ടൈം ജോബായി ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിൽ വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഏതൊരു ബിസിനസ്സായാലും തൊഴിലായാലും അതിൽ വരുന്ന ലാഭം മാത്രമേ നോക്കാറുള്ളൂ. സോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂൺ ബിസിനസ്സിൻ്റെ ലാഭത്തെപ്പറ്റി നമ്മൾ നോക്കിയാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് 3 രൂപ മുതൽ 4 രൂപ വരെ ലാഭം ലഭിക്കും. ആ, ആ, തീർച്ചയായിട്ടും 4 രൂപ കിട്ടും. സോ, നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വേറെ എവിടുന്നെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചിലവ് അധികമാകും. ലാഭം നോക്കുകയാണെങ്കിൽ 2 മുതൽ 3 മടങ്ങ് വരെ നമുക്ക് തീർച്ചയായിട്ടും ലാഭം കിട്ടും. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 2 റൂം, 10ക്ക് 10 2 റൂം ഉണ്ടെങ്കിൽ, അതായത് ഒരു 10 ഫീറ്റ് റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ഓയിസ്റ്റർ മഷ്റൂമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ലൈഫ് ടൈമും നമുക്ക് കുറച്ചധികം കിട്ടും. ഏകദേശം 1 മാസം വരെ ലഭിക്കും. 1 മാസം വരെ വെച്ച് സെയിൽ ചെയ്യാം. ഇതൊരു നല്ല യൂസേജ് ആണ്. സോ, ഇതുപോലൊരു 10 മുതൽ 15 ഫീറ്റുള്ള 2 റൂം കിട്ടിയാലും മതിയാകും. നമുക്ക് ഒരു മാസത്തിൽ 15 മുതൽ 20,000 വരെ സോളിഡായിട്ട് സമ്പാദിക്കാനും പറ്റും. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ സ്വന്തമായി കൃഷി ആരംഭിക്കാം എന്നതിനെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ലാഭം എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.